ഏറെയും കുറഞ്ഞും നീറിപ്പുകഞ്ഞു കിടക്കുന്ന ഇറാൻ അമേരിക്ക യുദ്ധം സമാധാനത്തിന്റെ പാതയിൽ നിന്ന് ഏറെ അകലെ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ വീണ്ടും ഇറാൻ മേഖലയെ യുദ്ധഭൂമിയാക്കാൻ പോകുകയാണ്. മറുപടി നൽകാൻ ഇറാനും കാത്തിരിക്കുന്നു. പക്ഷേ ഈ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ആഗോള എണ്ണ വിപണിയിലായിരിക്കും. പ്രത്യേകിച്ചും സൗദി അറേബ്യയ്ക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാഷ്ട്രമായ സൗദി അറേബ്യയ്ക്ക് അവരുടെ എണ്ണ വിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ എന്ത് സംഭവിക്കും? സൗദിയുടെ നില പരുങ്ങലിലാകും. അതോടൊപ്പം ആഗോള എണ്ണ വിപണിയിലും എണ്ണ പ്രതിസന്ധി രൂക്ഷമാകും. ഇപ്പോൾ തന്നെ സൗദി അറേബ്യയ്ക്ക് ഹോർമുസ് വഴിയോ ചെങ്കടലിലെ ബാബൽ മന്ദേബ് വഴിയോ സൂയസ് കനാൽ വഴിയോ എണ്ണ എത്തിക്കാനാകാത്ത സാഹചര്യമുണ്ട്. എണ്ണവില ഉയരുന്നത് അമേരിക്കയിലടക്കം പ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് യുദ്ധഭീതിയും. അമേരിക്ക ഇറാനെ അടിക്കുന്ന ഓരോ അടിക്കും ഇറാൻ തിരിച്ചടിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. പ്രാദേശിക യുദ്ധം മൂർച്ഛിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ് ഇതേക്കുറിച്ച് ഇറാൻ പറഞ്ഞതും. ആഗോള എണ്ണക്കടത്തിന്റെ സിംഹഭാഗവും നടക്കുന്ന ഹോർമൂസ് മാസങ്ങളായി ഏറെക്കുറെ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇതിനു പുറമെയാണ് ചെങ്കടൽ പാതയായ ബാബൽ മന്ദേബ് യമനിലെ ഹൂത്തികളും അടച്ചത്. സൗദി അറേബ്യയ്ക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ ഈ രണ്ട് മാർഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവസാന മാർഗം സൂയസ് കനാൽ വഴിയാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ടിരുന്ന എണ്ണക്കപ്പലിൽ നേർക്ക് ഡ്രോൺ ആക്രമണമുണ്ടായത്. തുടക്കത്തിൽ ആരാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായില്ല എങ്കിലും ഇറാൻ തന്നെയാണ് ആക്രമിച്ചത് എന്ന് പിന്നീട് മനസ്സിലായി. ഇതോടെ മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള എണ്ണ ഗതാഗതവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. യുദ്ധപ്രതിസന്ധി ഇതേ രീതിയിൽ തന്നെ തുടർന്നാലും രൂക്ഷമായാലും പ്രതിസന്ധി വളരെ വലുതായിരിക്കും. ഇടക്കാലത്ത് അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതാണ് കാണുന്നത്. കൂടുതൽ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇറാനും ഇസ്രയേലും അമേരിക്കയുമായിരുന്നു സംഘർഷ ഭൂമികയിലെങ്കിൽ ഇപ്പോൾ അവിടേക്ക് ഹൂതികളും സൗദി സേനയും നേരിട്ട് ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഹൂതികൾ നേരിട്ട് സൗദിയെ ആക്രമിച്ചപ്പോൾ സൗദി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സന വിമാനത്താവളത്തിൽ ആക്രമണം നടത്തി. അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് ഇറാഖിലെ ഇറാനിയൻ ഗറില്ല കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ യുദ്ധം പല മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ഹോർമൂസ് മാത്രമായിരുന്നു പ്രശ്നമെങ്കിൽ ഇനി അത് ബാബൽ മന്ദേബിലേക്ക് കൂടി വ്യാപിക്കും. കാരണം ബാബൽ മന്ദേബ് അടയ്ക്കുമെന്നും ടോൾ ഏർപ്പെടുത്തുമെന്നും സൗദി കപ്പലുകൾ കടത്തിവിടില്ല എന്നും ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ലോക എണ്ണ സമ്പദ്ഘടനയെ തന്നെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് സൗദിക്ക് അവരുടെ എണ്ണ വിൽക്കാനായിട്ട് രണ്ട് കോസ്റ്റൽ ലൈനുകളാണ് ഉള്ളത്. ഒന്ന് പേർഷ്യൻ ഗൾഫ് ഉൾപ്പെടുന്ന ഹോർമൂസും മറ്റൊന്ന് ചെങ്കടൽ പാതയായ ബാബൽ മന്ദേബും. ഇത് രണ്ടും അടയ്ക്കപ്പെടുന്നതോടെ സൗദി അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടും. പിന്നെ എണ്ണ കൊണ്ടുപോകണമെങ്കിൽ പണ്ടുകാലത്തെ കടൽപ്പാതയായ സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലൂടെ ചുറ്റി വളഞ്ഞ് വരേണ്ടി വരും. ഇതുണ്ടാക്കുന്ന സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വളരെ വലുതാണ്. അതുകൊണ്ടാണ് ബാബൽ മന്ദേബ് തുറപ്പിക്കാൻ സൗദി അന്താരാഷ്ട്ര ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഈ യുദ്ധം ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയൊന്നുമില്ല. പക്ഷേ ഇടവിട്ട് നിർത്തിയും പിന്നെയും തുടങ്ങിയും നീറിപ്പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇതൊരു ലോകമഹായുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കും. കാരണം ഇപ്പോഴും ഇറാൻ ഒരു വശത്ത് അടങ്ങിയിരുന്നാലും മറുവശത്ത് ഹൂതികളും ഹിസ്ബുല്ലയും മറ്റൊരു വശത്ത് ഇറാഖിലെ ഇറാനിയൻ സായുധ സംഘടനകളും പോരാട്ടങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഹൂതികളുടെ ബാബൽ മന്ദേബ് ഭീഷണിക്കെതിരെ ഒരു അന്താരാഷ്ട്ര സഖ്യത്തിന് സൗദി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. ഏതാണ്ട് 50ഓളം രാജ്യങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ട് സൗദി. ബാബൽ മന്ദേബ് സ്വതന്ത്രമാക്കുന്നത് ചർച്ച ചെയ്യുന്ന ഒരു കോൺഫറൻസ് വിളിക്കുകയാണ് ലക്ഷ്യം. US അടക്കമുള്ള രാജ്യങ്ങൾ ഈ സഖ്യത്തിലുണ്ട്. ഈ രാജ്യങ്ങളെയെല്ലാം കോൺഫറൻസിൽ പങ്കെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇതൊരു ആഗോള പ്രശ്നമായി മാറുകയാണ്. യുദ്ധമുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ആഭ്യന്തര പ്രതിസന്ധി അമേരിക്കയിലാണ്. യാതൊരു ലക്ഷ്യവുമില്ലാതെ തുടങ്ങിയ യുദ്ധത്തിന് ആദ്യമേ US ഒരു ജനവിഭാഗം എതിരാണ്. ഇതിനു പുറമെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുണ്ടായ എണ്ണവില വർധനവ് അവിടുത്തെ ജനജീവിതം താളം തെറ്റിച്ചിട്ടുണ്ട്. എണ്ണവില വർധനവ് അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിത ചെലവ് കൂട്ടുകയും യുദ്ധത്തിനെതിരെ ജനരോഷം വളർത്തുകയും ചെയ്തു. ഇത് അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നതും കണ്ടറിയണം. US ഭരണകൂടത്തിൽ തന്നെ യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളോ ഐക്യമോ ഇല്ല എന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെയും വാർ സെക്രട്ടറി
പീറ്റ് ഹെക്സത്തിൻ്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വാൻസ് തത്വത്തിൽ യുദ്ധത്തിനെതിരാണ്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. യുദ്ധത്തിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ, ചർച്ചകൾക്ക് മുൻകൈ എടുത്തതിൻ്റെ പേരിൽ തന്നെ ഖത്തറിൻ്റെ ആളാക്കി ചിത്രീകരിച്ചു എന്നടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം പീറ്റ് ഹെക്സത്താകട്ടെ അമേരിക്കൻ സൈന്യം ഇറാനെ തച്ചു തകർക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകളും നടത്തുന്നു. പക്ഷേ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായ ലക്ഷ്യബോധമോ കാരണമോ ഇല്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഇക്കഴിഞ്ഞ കാലത്തിനിടയ്ക്ക് എത്ര തവണ ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു, ചർച്ച തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് പല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. പലതവണ ട്രംപ് ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ആവർത്തിച്ചുവെന്ന് കാണാം. എന്നിട്ടു അതേ വാർത്താ സമ്മേളനത്തിന്റെ അവസാനം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും പറയും. അടുത്ത തവണ പറയുന്നത് ഇറാനിലേക്ക് കൂടുതൽ പട്ടാളത്തെ അയക്കുന്നു എന്നാകും. ഇങ്ങനെ ലക്ഷ്യബോധമില്ലാത്ത പലതരം പ്രസ്താവനകളാണ് ട്രംപ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ കാര്യത്തിൽ കണക്കുകൂട്ടൽ തെറ്റിയത് അമേരിക്കയ്ക്കാണ്. ഏതാനും ആഴ്ചകൾ കൊണ്ട് ഇറാന്റെ ഭരണകൂടത്തെ മാറ്റാമെന്ന ചിന്തയുമായി ആരംഭിച്ച യുദ്ധം പക്ഷേ ഇറാൻ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും യുദ്ധവീര്യത്തിൽ കുറവ് കാണുന്നില്ല. ഒപ്പം റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ച സഹായവും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.